നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മക്കളുടെ കാര്യത്തില് അച്ഛനമ്മമാരെന്നും സ്വാർത്ഥരാ. മോളെ, ആ സ്വാർത്ഥത എനിക്കും ഉണ്ടായി. നീ അച്ഛനോട് പൊറുക്ക്. എന്നെ ഈ കുരുക്കില് കൊണ്ട് തള്ളിയത് സഞ്ജുവോ അമ്മോ അല്ല, എന്റെ അച്ഛനാ. ഇനി ഇതെന്റെ വാശി കൂടിയാ. എത്രയും വേഗം എനിക്ക് ഡിവോഴ്സ് വാങ്ങി പോണം. അച്ഛനിത് നിന്നോട് പറയാതിരിക്കാമായിരുന്നു. ഒരച്ഛൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു മക്കളെയും ദുരന്തത്തിലേക്ക് തള്ളിവിടില്ല. 100 വട്ടം ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹം നടക്കട്ടെ എന്ന് കരുതിയത്. നിന്റെ കാലുകൾക്കൊരിക്കലും ചലനശേഷി കിട്ടില്ലെന്നറിഞ്ഞ് നമ്മൾ മംഗലശ്ശേരിയിൽ നിന്ന് ഇറങ്ങുമ്പോ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് നീ ഓർക്കണം. ശ്രീകുട്ടി അനിയത്തെ പോലെ കാണുന്ന അമ്മൂനെ സഞ്ജു വിവാഹം ചെയ്യട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞത് അവനും അവൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന കാരണം കൊണ്ടാ. അവൻ താലി കെട്ടിയ പെണ്ണായതുകൊണ്ട്. എന്നിട്ടും അമ്മു അതിന് തയ്യാറായോ? അവള് വന്നെന്റെ കാലിൽ പിടിച്ചു പറഞ്ഞത് വീൽ ചെയറിലിരുന്ന് നീ കേട്ടതല്ലേ മോളെ? വനവാസത്തിന് പോയ രാമന്റെ കൂടെ ലക്ഷ്മണൻ എന്ന പോലെ അവള് നിന്റെ പിന്നാലെ വന്നു. മംഗലശ്ശേരി ഉപേക്ഷിച്ച അവള് നിന്റെ ഒപ്പം വന്നത്. അതിന് കാരണം ഈ ഭൂമിയില് അവൾക്ക് ഏറ്റവും വലുത് നീയായിരുന്നു. നിന്റെ സുഖവും സന്തോഷവുമായിരുന്നു അവൾക്കുള്ള സന്തോഷവുമായിട്ട് അവള് കണ്ടത്. നിനക്ക് വേണ്ടി അവള് അഖണ്ഡ ജ്യോതി ശിരസിലേറ്റി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളുമായിട്ട് കയറിയിറങ്ങി. അതിന്റെ കൂട്ടത്തില് അവളുടെ പേരിൽ ഒരു അർച്ചന പോലും അവള് ചെയ്തിട്ടില്ല. അവക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി അവള് പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാം തന്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇന്ന് അവള് നെഞ്ചു പൊട്ടുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. അവളെപ്പോലൊരു പെണ്ണ് ലോകത്തെവിടെ ഉണ്ടാകും മോളെ? അവളെ അത്രയ്ക്ക് അറിഞ്ഞിട്ടാ അച്ഛൻ നിന്റെ വിവാഹത്തിന് തയ്യാറായിരുന്നു. എന്ത് ചെയ്യാം, വിധി അവളെയും നിന്നെയും സഞ്ജുവിൽ കുരുക്കിയിട്ടു. ആരും ഒന്നും അറിയാതെ സംഭവിച്ചു പോയതല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.